നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ആമ്പല്ലൂർ സെന്ററിൽ ലോറിയുടെ സൈഡിൽ സ്കൂട്ടർ തട്ടി അപകടം. സ്കൂട്ടർ യാത്രികനായ വരന്തരപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആമ്പല്ലൂർ ദേശീയപാതയിൽ അടിപ്പാതയോട് ചേർന്ന് വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. വരന്തരപ്പള്ളി റോഡിൽ നിന്നും വന്ന സ്കൂട്ടർ യാത്രികൻ അടിപ്പാത മുറിച്ചു കടക്കുകയായിരുന്നു. ഇതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയുടെ സൈഡിൽ തട്ടി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇയാൾ ലോറിയുടെ അടിയിലേക്ക് വീഴാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. സാരമായി പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ അയ്യന്തോൾ തൃക്കുമാക്കുടം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തീപിടുത്തം. ക്ഷേത്രത്തിലെ തിടപ്പള്ളി പൂർണ്ണമായും കത്തിനശിച്ചു. വൈകിട്ട് 9 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തിടപ്പള്ളിയിൽ നിന്നും തീ പടർന്നതാകാമെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സിക്കാർ തട്ടിയെടുത്തു. മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ KL 10 AW 7075 എന്ന നമ്പറിലെ വണ്ടിയാണ് തട്ടിയത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് ഓട്ടം വിളിച്ചത്. ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കാർ കണ്ടെത്തി വടക്കാഞ്ചേരി പോലീസ്. CCTV ദൃശ്യങ്ങളും കാറിന്റെ GPS ലൊക്കേഷനും നോക്കിയാണ് കാർ കണ്ടെത്തിയത്. കുന്നംകുളം യൂണിറ്റി ആശുപത്രി പരിസരത്തു നിന്നുമാണ് കാർ കണ്ടെത്തിയത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. തകർന്നു വീഴാറായ വീട്ടിൽ ഭീതിയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ആശ്വാസ വാർത്തയെത്തി. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻഗണനാക്രമത്തിൽ ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ ഉത്തരവായി. മറ്റത്തൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത്. ടാർപോളിൻ കൊണ്ട് മേൽക്കൂര മറച്ചു കെട്ടിയിരിക്കുകയാണ്. കഴുക്കോൽ, പട്ടിക എന്നിവയെല്ലാം ചിതലരിച്ചു കഴിഞ്ഞു. ഓടുകൾ തൂങ്ങി നിൽക്കുകയാണ്. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് NCTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ വർഷവും പതിവായി അപേക്ഷ നൽകാറുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ഇവരുടെ പരാതി. 40 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടാണിത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലുള്ള വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മകനും കുടുംബവും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. ഇവരുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും പേടിയില്ലാതെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കണമെന്നും NCTV വാർത്തയിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോളനികളുടെ വികസനത്തിന് 60 വീടുകൾക്കായി 1 കോടി രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നേരത്തെ ഇവർ ഉൾപ്പെട്ടിരുന്നതായും ആ ആനുകൂല്യം ലഭിച്ചതിനാലാണ് പുതിയ അപേക്ഷയിൽ ഇവർ പരിഗണിക്കപ്പെടാൻ വൈകുന്നതെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വീടിന്റെ അതിർത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ ഇവരുടെ അപേക്ഷ പരിഗണിച്ച് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വീടിന് അനുമതിയായതായി പഞ്ചായത്തിൽ നിന്നുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അധികൃതരുടെ മുന്നിലെത്തിച്ച NCTVക്കും പൊതുപ്രവർത്തകർക്കും നന്ദി പറയുകയാണ് മുരളീധരനും കുടുംബവും. കല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് P. ശരത് ചന്ദ്രൻ പതാക ഉയർത്തി. സെക്രട്ടറി ജിഷ മോഹൻദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കല്ലൂർ ബാബു, ഹിമ ഞാണൂർ, കൃഷ്ണകുമാർ അടാട്ട്, ശ്രീധരൻ ആമ്പിലി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനദാനം നടത്തി. സ്വർണ്ണ ചെയിൻ നേടിയ ശിവൻ വാസുപുരത്തിനും മലേഷ്യൻ ട്രിപ്പിന് അർഹയായ ശ്രീബാല ആനന്ദപുരത്തിനും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. MD സാഗർ പോട്ടയിൽ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് പറയാം എന്ന സംവാദ പരിപാടിയുടെ ജില്ലാതല ശില്പശാല ഇരിങ്ങാലക്കുടയിൽ നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു.
KPOA തൃശൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് KP രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ MC ബിജു, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, ജില്ലാ സെക്രട്ടറി VU സിൽജോ, KPOA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ KI മാർട്ടിൻ, ബിനു ഡേവീസ്, കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ റൂറൽ സെക്രട്ടറി ML വിജോഷ്, പ്രസിഡന്റ് CK പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 880 രൂപ വർദ്ധിച്ച് 89,960 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 11,245 രൂപ നൽകണം. ഇന്നലെ 2 തവണയായി സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്കു ശേഷം വർദ്ധിക്കുന്നതാണ് കണ്ടത്. രാവിലെ 88,360 രൂപയായിരുന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം 89,080 രൂപയിലെത്തുകയായിരുന്നു. സ്വർണ്ണവില ഒട്ടും വൈകാതെ തന്നെ 1 ലക്ഷം കടക്കുമെന്ന സൂചനകളായിരുന്നു വിപണിയിൽ നിന്ന് ലഭിച്ചിരുന്നത്. അതിവേഗതയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ കുറച്ചു ദിവസമായി സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷൻ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസത്തിൽ ICL ഫിൻകോർപ്പിന്റെ സഹകരണത്തോടുകൂടി ബോട്ടിംഗും ആരംഭിച്ചു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ICL ഫിൻകോർപ്പ് ഡയറക്ടർ ഹരീന്ദ്രനാഥ്, ഓപ്പറേഷൻ മാനേജർ ബാബു, റെജി പോൾ, സാം സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊകലത്ത്, വെള്ളൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ലീന മുരിയാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, റോസ്മി ജയേഷ്, മണി സജ്ജയൻ, നികിത അനൂപ്, സെക്രട്ടറി M ശാലിനി തുടങ്ങിയവർ സന്നിഹിതരായി. ദിവസവും വൈകിട്ട് 4:30 മുതൽ 6:30 വരെയാണ് ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. 4 പേർക്കിരിക്കാവുന്ന 4 പെഡൽ ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ മുരിയാടും അനുബന്ധ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സായന്തനങ്ങൾ അതിമനോഹരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രം ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മളെല്ലാവരും പങ്കുവയ്ക്കുകയാണ്. വളരെയധികം മാനസികോല്ലാസം പകരുന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 21 ലക്ഷം രൂപയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭാവനാപൂർണമായ നിലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമായൊരു ഗ്രാമമാണ്. നമ്മുടെ ഈ ചിറയോരം ടൂറിസം പദ്ധതി 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3ാം ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 1 ബോട്ടിങ്ങും 2 ചിൽഡ്രൻസ് പാർക്കും. ചിൽഡ്രൻസ് പാർക്കിന്റെ നിർമ്മാണം തൊട്ടപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ബോട്ടിംഗ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ബോട്ടിംഗ് തുടങ്ങാൻ ഞങ്ങൾ ആലോചിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. കാരണം പദ്ധതിയിൽ അതിനുള്ള പണം ഇല്ല. പിന്നെ എങ്ങനെ ബോട്ടിംഗ് തുടങ്ങാൻ കഴിയും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനിൽകുമാർ സാറിനെ കാണുകയും അനിൽകുമാർ സാറിന്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ അവിടെ ബോട്ടിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് തന്നെ അവിടെ തുടങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വാക്കുകൂടി കടത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു 2026 മാർച്ച് മാസത്തിലാണ് അത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞത്, ജോസെ എത്ര നാളിന് ഈ കാലാവധി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം 3 ആഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മാർച്ചിലേക്ക് നിൽക്കണ്ട, നിങ്ങളുടെ കാലാവധിക്കകത്ത് തന്നെ ബോട്ടിംഗ് ആരംഭിക്കാനുള്ള സംവിധാനം ആരംഭിക്കണം. ഞാൻ സാമിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പണം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും, കൊട്ടേഷൻ വാങ്ങിച്ചോളൂ, നിങ്ങളുടെ ഏജൻസിയുമായി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടനടി അദ്ദേഹം സമുദ്ര എന്ന് പറഞ്ഞ ഏജൻസിയിലേക്ക്, സർക്കാർ അംഗീകൃത ഏജൻസിയിലേക്ക് പണം കൈമാറുകയും
ദിവസങ്ങൾക്കുള്ളിൽ ബോട്ട് ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ പദ്ധതി ഇവിടെ ബോട്ടിംഗ് എന്ന് പറയുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ICL ഗ്രൂപ്പാണ്. ഈ ചിറയോരം തന്നെ എത്രയെത്ര പദ്ധതികൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ മധുരം ജീവിതത്തിന്റെ ഭാഗമായുള്ള ജീവധാര പദ്ധതിയുടെ നിരവധിയായ പ്രവർത്തനങ്ങളും മനുഷ്യച്ചങ്ങലയും നാം ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോയി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,245 രൂപയും പവന് 89,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.